1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയലുകൾ അരമണിക്കൂറിന് എന്റെ മേശപ്പുറത്തെത്തണം. 75 മുതലുള്ളത്? അതെ, കംപ്ലീറ്റ് സ്റ്റോക്ക്. അരമണിക്കൂറിനാം ഈ മേശപ്പുറത്ത്. ഓക്കെ. താനിഞ്ഞു വന്നേ. താൻ പോടൂ. താനിഞ്ഞു വരാൻ. താൻ പോടൂ. ഷെയർ ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ടെല്ലാം കവറിലാക്കിയില്ലേ? എനിക്ക് കവർ കയറി അത് പുറത്തെടുക്കണോ? ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ടോ? വേഗം വേണം സാർ. 1975 മുതലുള്ള സ്റ്റോക്ക് ഫയലുകൾ അരമണിക്കൂറിനകം ഞാൻ ഹെഡ് ക്ലാർക്കിന്റെ മേശപ്പുറത്ത് എത്തിക്കണം. എത്തിച്ചോ? ചായ കൊണ്ടുവരാൻ 5 മിനിറ്റ് പോരെ? മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റുന്നില്ല സാർ. മര്യാദയ്ക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞത്. സാർ എന്നെ വരട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സാർ ഒരു കാര്യം ഓർമ്മിക്കണം. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ചായ വാങ്ങിച്ചോണ്ട് തരാൻ പറ്റില്ല സാർ. സോറി. മനസ്സിലായില്ല സാർ? ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ. അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥമോ മനസ്സിലാകാത്തത്? ഇവന്റെ കണ്ണിന് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് മറ്റേ ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എംഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എംഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. സാർ, യെസ്, കം ഇൻ. യെസ്. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ? 2 എണ്ണത്തിന് ഞാൻ തരാം. ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. ചാത്തേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതിയിട്ടാ